ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70% ചെലവാകുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്കാണ്. ആണവോർജ്ജം വഴി ലഭിക്കുന്ന വൈദ്യുതി ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആണവ നിലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് ചെലവ് ഗണ്യമായി കുറയ്ക്കും. ഇന്ന് നാം പെട്രോൾ അടിക്കാൻ ചെലവാക്കുന്ന തുകയുടെ 10-1 ചെലവിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കും. നഗരങ്ങളിലെ കാറുകളും ഇരുചക്ര വാഹനങ്ങളും പൂർണ്ണമായും വൈദ്യുതിയിലേക്ക് മാറുന്നതോടെ പെട്രോളിന്റെ ആവശ്യം ഗണ്യമായി കുറയും. എന്നാൽ ലോറികൾ, ബസ്സുകൾ, കപ്പലുകൾ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്ക് ബാറ്ററി അത്ര പ്രായോഗികമല്ല. അവിടെയാണ് ഗ്രീൻ ഹൈഡ്രജൻ വരുന്നത്. ആണവ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ നിർമ്മിക്കാം. ഇത് ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ പുകയ്ക്ക് പകരം പുറത്തുവരുന്നത് നീരാവി മാത്രമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രജൻ ഉൽപ്പാദകരാകാൻ ഇന്ത്യയെ സഹായിക്കുന്നത് ഈ ആണവ വൈദ്യുതിയാണ്. എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ സർക്കാർ ഇപ്പോൾ തന്നെ എത്തനോൾ മിശ്രിതം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷി അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഈ ഇന്ധനം പെട്രോളിന് പകരക്കാരനാകും. വൻകിട വ്യവസായങ്ങൾ ആണവോർജ്ജത്തിലേക്ക് മാറുമ്പോൾ കാർഷിക മേഖലയിലെ ഊർജം ബയോ ഇന്ധന നിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ എണ്ണ ഇറക്കുമതിക്കായി വിദേശത്തേക്ക് ഒഴുകുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ ഇന്ത്യയുടെ ആഭ്യന്തര വികസനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം.